ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ രേഖപ്പെടുത്തിയതാണ്. മറ്റൊരുത്തൻ്റെ വീട്ടിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ സമ്മതം വേണം. സമ്മതമില്ലാതെ അന്യൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. യുസ്തഹബ്ബു അൻ യഖൂല, പറയൽ സുന്നത്താണ്. ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം വീട്ടിൽ പ്രവേശിക്കേണ്ടത്. അത് സ്വന്തം വീട്ടിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതല്ലെങ്കിൽ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. വഅൻ യുക്സിറ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്ർ ചൊല്ലാം. അതുപോലെ മൂന്നാമതായിട്ട് വഅൻ യുസല്ലിമ, സലാം ചൊല്ലണം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം ചൊല്ലണം, അത് പറയേണ്ട ആവശ്യമില്ല. നബി ഇമാം റഹ്മത്തുള്ളാഹി പറയാണ്, സവാഉൻ കാന ഫിൽ ബൈത്തി ആദമിയുൻ നംല, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും സലാം ചൊല്ലണം, ആരും ഇല്ലെങ്കിൽ അപ്പോഴും സലാം ചൊല്ലണം. അപ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പറയേണ്ടത് അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് പറയേണ്ടത്. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ ത്വയ്യിബഹ്. സൂറത്തുൻ നൂറിലെ ആയത്താണത്. അത് നീണ്ട ആയത്താണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വളരെ വിശാലമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞ വാക്കാണ് ഫഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലണം. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹീതമായ അഭിവാദ്യം എന്ന നിലക്ക് നിങ്ങൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം ചൊല്ലിയിട്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത ഹദീസിൽ, ഇതേ അധ്യായത്തിൽ അടുത്ത ഹദീസിലായിട്ട് പറയുന്നത്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, നീ നിന്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ, ഭാര്യ മക്കളുടെ അടുത്തേക്ക് നീ ചെന്നാൽ, ഫസല്ലിം, നീ അവരോട് സലാം പറയണം. ആദ്യം സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം സംസാരം ആരംഭിക്കേണ്ടത്. അപ്പോൾ സ്വന്തം മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരന്മാരോട്, സഹോദരികളോട്, ഇവരോടൊക്കെ സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞുകൊണ്ടാണ് സംസാരം ആരംഭിക്കുന്നതെങ്കിൽ തകുൻ ബറകതൻ അലാ അഹ്ലിക അലൈക വഅലാ അഹ്ലി ബൈതിക, നിനക്കും നിന്റെ അഹ്ലി ബൈത്തിനും വീട്ടിലുള്ളവർക്കൊക്കെ അത് വലിയ ബറക്കത്തായിരിക്കും. മറ്റൊരു ഹദീസിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ വലജ റജുലു ബൈതഹു ഫൽയഖുൽ, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിനാ തവക്കൽന എന്ന് അദ്ദേഹം പറയട്ടെ. സുമ്മ, പിന്നെ ലിയുസല്ലിം അലാ അഹ്ലിഹി, വീട്ടിലുള്ളവർക്ക് സലാം ചൊല്ലട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറൽ മൗലിജി, നല്ല നിലക്കുള്ള പ്രവേശനം വീട്ടിലേക്ക്, അതുപോലെ വ ഖൈറൽ മഖ്റജി, നല്ല നിലക്ക് വീട്ടിൽ നിന്ന് എനിക്ക് പുറപ്പെടണം. ബിസ്മില്ലാഹി വലജ്ന, അള്ളാഹുവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഞാനിതാ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുപോലെ ബിസ്മില്ലാഹി ഖറജ്ന, അള്ളാഹുവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും. വ അലല്ലാഹി റബ്ബിനാ തവക്കൽന.
അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, തവക്കുൽ ആക്കിയിരിക്കുന്നു.